അടുത്ത തലമുറ പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കാലക്കേട് എന്ന ചെറുകഥാ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ. അടുത്ത തലമുറ. ആ പശു തൊഴുത്തിൽ നിന്ന് കരയുകയായിരുന്നു. എന്തൊരു കരച്ചിലാണ്! എന്തു പറ്റിയെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മോ എന്ന് ഉറക്കെ വിളിച്ചാണ് കരച്ചിൽ. അതിൻ്റെ വലിയ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നു. ആ കാഴ്ച കണ്ടാൽ ആർക്കും സങ്കടം വരും. ഒടുവിൽ വീട്ടുകാരോട് കാര്യമാരാഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉടമസ്ഥൻ മരിച്ചുപോയി. അതുകൊണ്ടാണ് കരയുന്നതത്രേ. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? ഇന്നലെ രാത്രി മുതൽ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. അപ്പുറത്ത് ഉടമസ്ഥൻ്റെ മൃതദേഹത്തിൽ ശേഷക്രിയകൾ നടക്കുകയാണ്. ആ പാവം പശുവിനെ തൊഴുത്തിൽ ഇട്ടിരിക്കുകയാണ്. ഒടുവിൽ ദഹിപ്പിക്കലിനായി ചുടുകാട്ടിലേക്ക് ഉടമസ്ഥൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ അത് ഒന്നുകൂടി ഉറക്കെ കരഞ്ഞു. അമ്മോ! ആരും തന്നെ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഉടമസ്ഥൻ പോയിട്ട് 3-4 ദിവസമായി. ആരും അതിനെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. വല്ലവരും വല്ലപ്പോഴും അതിന് കുറച്ച് കഞ്ഞി കൊണ്ട് എറിഞ്ഞു കൊടുക്കും. അന്ന് വൈകുന്നേരം കുറച്ച് പുരുഷന്മാർക്കൊപ്പം ഉടമസ്ഥൻ്റെ പുത്രൻ വന്നു നിന്നു. പശുവിനെ ദൂരെ നിന്നും നോക്കി. അവർ പരസ്പരം വില പേശുന്നത് പശു കേട്ടുകൊണ്ട് നിന്നു. ഇപ്പം കൊടുത്ത നല്ല വിലയാണ്. ആട്ടിറച്ചിയുടെ കൂടെ ചേർത്ത് വിൽക്കുന്നവന്മാരുണ്ട്. അവന്മാർ നല്ല വില തരും, ഒരുത്തൻ പറഞ്ഞു. കുറേ നേരം മൗനമായി നിന്ന ശേഷം ഉടമസ്ഥൻ്റെ പുത്രൻ പറഞ്ഞു, അച്ഛൻ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതാ. ഇറച്ചിക്ക് വേണ്ടി കൊടുക്കണമെന്നല്ലോ എന്നതോർത്ത് ഒരു ചെറിയ സങ്കടമില്ലാതെ ഇല്ല. സാരമില്ല മോനെ, ഏമാൻ പോയതിന് ശേഷം എനിക്കും ജീവിച്ചിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പശു മലയാളം സംസാരിച്ചത് കേട്ട് എല്ലാവർക്കും അമ്പരപ്പായി. സംസാരിക്കുന്ന പശു? കൂടുതൽ വില കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ? കൂട്ടത്തിൽ ഒരാൾക്ക് ബുദ്ധി ഉദിച്ചു. അപ്പോഴും ഉടമസ്ഥൻ്റെ പുത്രൻ അന്താളിപ്പിൽ മിടിച്ചു നിൽക്കുകയായിരുന്നു. ഡോൺ വറി, ഞാനല്ലേ മോനെ പറയുന്നത്. ബീഫ് ചില്ലി കഴിക്കുന്ന മലയാളികൾക്ക് പൊൻകുന്നം വർക്കിയുടെ കണ്ണനെക്കുറിച്ചും ഔസേപ്പേട്ടനെക്കുറിച്ചുമൊക്കെ എന്തറിയാം? പശു ആംഗല ഭാഷയും സംസാരിക്കുന്നു. കൂട്ടത്തിൽ ഒരുത്തന് തലകറക്കം വന്നില്ലെന്ന് മാത്രം. വേറൊരുത്തൻ കാണുന്നതൊക്കെ സ്വപ്നമോ മറ്റോ ആണോ എന്ന സംശയത്തിൽ സ്വന്തം കൈ നുള്ളി നോക്കി. ഒടുവിൽ പശുവിൻ്റെ അനുവാദത്തോടെ ഉടമസ്ഥൻ്റെ പുത്രൻ അതിനെ ഇറച്ചിക്ക് വിറ്റു. കൊണ്ടുപോയവർ അതിൻ്റെ കൈകാലുകൾ മരത്തിൽ കെട്ടി വാൾ കൊണ്ട് അതിനെ കഴുത്തറുത്ത് കൊന്നു.